പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണ് എന്ന് വേണം അറിയേണ്ടത്. ഇനി അല്പസമയം കൂടെ ഉള്ളൂ, കൂടി ഒരു 10-11 മിനിറ്റ് കൂടി മാത്രം. തീർച്ചയായും സേതു, സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആകാംക്ഷ നിറയുന്ന നിമിഷങ്ങളിലേക്കാണ് കടക്കുന്നത്. കാരണം സംസ്ഥാന ബഡ്ജറ്റ് അല്പസമയത്തിനുള്ളിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സഭയിൽ അവതരിപ്പിക്കും. എന്തൊക്കെ പ്രഖ്യാപനങ്ങളാണ് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അല്പസമയം മുമ്പാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തൻ്റെ ഭാര്യയും മക്കളോടുമൊപ്പം അകത്തേക്ക് സഭയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചത്. അദ്ദേഹത്തിൻ്റെ പക്കൽ ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുള്ള രേഖകളെല്ലാം കൈവശമുണ്ടായിരുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ സഭയ്ക്കുള്ളിലേക്ക് അദ്ദേഹം കടക്കും. സഭാ സമ്മേളനം ആരംഭിക്കും. 9 മണിയോടുകൂടി തന്നെ സഭ ആരംഭിച്ച് ബഡ്ജറ്റ് പ്രഖ്യാപനമുണ്ടാകും. എന്തൊക്കെയാണ് ഇത്തവണത്തെ ബഡ്ജറ്റിൽ ഉണ്ടാകുക എന്ന് തന്നെയാണ് എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. അല്പസമയം മുമ്പ് ധനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണമൊക്കെ ഉണ്ടായിരുന്നു. സ്വപ്ന ബഡ്ജറ്റല്ല, അതിനേക്കാൾ ഉപരി ഒരു പ്രായോഗിക ബഡ്ജറ്റ് ആയിരിക്കും ഇത്തവണ പ്രഖ്യാപിക്കുക എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറയുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ 10 വർഷമായി പിണറായി സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഭരണ തുടർച്ച ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയുള്ള ഒരു ബഡ്ജറ്റ് പ്രഖ്യാപനമായിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഈ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു സാമ്പത്തിക ഞെരുക്കം അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വച്ചുകൊണ്ടുള്ള ഒരു പ്രായോഗിക ബഡ്ജറ്റായിരിക്കും സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ഇത്തവണ ഇടതുപക്ഷ സർക്കാർ പ്രഖ്യാപിക്കുക എന്നുള്ള ഒരു സൂചന കൂടിയാണ് ധനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ബഡ്ജറ്റ് പ്രഖ്യാപനം ആരംഭിക്കും. എത്ര മണിക്കൂർ ഈ ബഡ്ജറ്റ് പ്രസംഗം നീളും എന്നുള്ളതൊക്കെ ഒരു ആകാംക്ഷ അല്ലെങ്കിൽ ഒരു സസ്പെൻസ് നിലനിൽക്കുന്ന കാര്യമാണ്. എന്തായാലും ധനമന്ത്രി അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് സ്പീക്കർ എൻ ഷംസീർ അകത്തേക്ക് എത്തിയത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ സഭാ നടപടികൾ ആരംഭിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. സേതു, ഹാൻസി, ഈ ഇത്തവണത്തെ അദ്ദേഹം ഇപ്പം നമുക്കറിയുന്ന പോലെ ഇത് അവസാനത്തെ ബജറ്റാണ്. മാത്രമല്ല ഈ വമ്പൻ പ്രഖ്യാപനങ്ങളൊന്നും അധികം അങ്ങനെ പ്രതീക്ഷിക്കാത്തൊരു ബജറ്റാണ്. എങ്കിലും എത്ര മണിക്കൂർ ഇത്തവണത്തെ പ്രസംഗം ഉണ്ടാകുമെന്നാണ് ഹാൻസിന് തോന്നുന്നത്. കഴിഞ്ഞ വട്ടം 2.5 മണിക്കൂറായിരുന്നു. 2.5 മണിക്കൂറും കുറച്ചും കൂടി എടുത്തു തോന്നുന്നു. അതേ സേതു, ഞാൻ പറഞ്ഞ പോലെ തന്നെ എത്ര മണിക്കൂർ ഈ ബഡ്ജറ്റ് പ്രസംഗം നീളും എന്നുള്ളതും ഒരു ആകാംക്ഷയാണ്. ടോട്ടൽ സസ്പെൻസ് ആണ് ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് എപ്പോഴും ഉള്ളത്. കാരണം എന്തൊക്കെ പ്രഖ്യാപിക്കും, എത്ര പദ്ധതികൾ ഉണ്ടാവും, എന്തൊക്കെയായിരിക്കും പുതിയ പദ്ധതികൾ, മറ്റ് പദ്ധതികളുടെ ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ച പദ്ധതികളുടെ തുടർച്ച ഉണ്ടാകുമോ, അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ എത്ര സമയം ഈ ബഡ്ജറ്റ് പ്രസംഗം നീളും എന്നുള്ളതൊക്കെ ഏറ്റവും സസ്പെൻസ് നിറഞ്ഞ കാര്യം തന്നെയാണ്. പ്രധാനമായും നമുക്കറിയാം, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു മിനി ബഡ്ജറ്റ് തന്നെ പ്രഖ്യാപിച്ചിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ നിരവധി പുത്തൻ പദ്ധതികൾ പ്രഖ്യാപിച്ചു. ഈ കണക്ട് വർക്ക്, അതിനോടൊപ്പം തന്നെ സ്ത്രീ സുരക്ഷാ പദ്ധതി, സ്ത്രീകൾക്ക് 1000 രൂപ വീതം ആ മാസം നൽകുന്ന പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ ഒരു മിനി ബഡ്ജറ്റ് തന്നെയാണ് അന്ന് പ്രഖ്യാപിച്ചതെന്നാണ് എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടായ അഭിപ്രായം. അപ്പോൾ ആ ഒരു സാഹചര്യം നിലനിൽക്കെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പുതിയ പദ്ധതികൾ ഇനി ധനമന്ത്രി പ്രഖ്യാപിക്കുമോ എന്നുള്ളത് ഏറ്റവും നിർണായകമാണ്. ഇപ്പോൾ ധനമന്ത്രി അല്പസമയം മുമ്പ് പറഞ്ഞതുപോലെ തന്നെ, അദ്ദേഹം പ്രതികരിച്ചതുപോലെ തന്നെ ഒരു പ്രായോഗിക ബഡ്ജറ്റ് സംസ്ഥാന സർക്കാരിന് നിലവിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ നിലവിലെ സംസ്ഥാന സർക്കാരിൻ്റെ സ്ഥിതി വച്ചുകൊണ്ട് ഏതൊക്കെ തരത്തിലുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കാൻ കഴിയും എന്നുള്ള ഒരു ആകാംക്ഷയുണ്ട്. അല്പസമയം മുമ്പ് മന്ത്രി പി രാജീവും അകത്തേക്ക് പോയി. ഏകദേശം എല്ലാ മന്ത്രിമാരും ഇപ്പോൾ സഭയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. കുറച്ചുപേരും കൂടെ എത്താനുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്തൊക്കെ ഈ CM ഇതുവരെയും പുറകിലെ എൻട്രൻസ് കൂടി വന്നിട്ടില്ല സേതു. ഞാനിപ്പോൾ സഭയുടെ പുറകിലെ എൻട്രൻസിലാണുള്ളത്. ഈ വഴിയിൽ കൂടെ CM ഇതുവരെയും എത്തിയിട്ടില്ല. മറ്റേതെങ്കിലും കവാടത്തിലൂടെ കയറിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. ഞാൻ നിൽക്കുന്ന പുറകിലെ കവാടത്തിലൂടെ CM ഇതുവരെയും വന്നിട്ടില്ല. മറ്റ് മന്ത്രിമാരാണ് അകത്തേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. സേതു, ഓക്കെ, ശരി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ നോക്കൂ, മന്ത്രി കെ എൻ ബാലഗോപാൽ അദ്ദേഹത്തിൻ്റെ ബജറ്റ് അവതരണത്തിനായി രണ്ടാം പിണറായി സർക്കാരിൻ്റെ 6ാമത്തെ ബജറ്റാണ്, അവസാനത്തെ ബജറ്റാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുള്ള ബജറ്റാണ്. അപ്പോൾ ആ ബജറ്റ് അവതരിപ്പിക്കാൻ വേണ്ടി മന്ത്രി കെ എൻ ബാലഗോപാൽ അദ്ദേഹത്തിൻ്റെ കുടുംബസമേതം എത്തിയിട്ടുണ്ട്. 2 മക്കളും ഭാര്യയും ഒക്കെ ഒപ്പമുണ്ട്. അപ്പോൾ അദ്ദേഹം നിറഞ്ഞ ചിരിയോടുകൂടിയും സന്തോഷത്തോടും കൂടിയാണ് സഭയ്ക്കുള്ളിലേക്ക് കടന്നത്.